നാഷണൽ ലോയാണ്. അപ്പോൾ എല്ലാവർക്കും എം ഫേവറിലേക്ക് സ്വാഗതം. ഞാൻ റീജ. ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ ടോപ്പിക് നേച്ചർ, ഒറിജിൻ, സോഴ്സ് ഓഫ് പബ്ലിക് ഇന്റർനാഷണൽ ലോ. അപ്പോൾ എന്താണ് ഇന്റർനാഷണൽ ലോ, പബ്ലിക് ഇന്റർനാഷണൽ ലോ എന്താണ് എന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു കൺസെപ്റ്റ് വേണം. അതിനുശേഷം അതിന്റെ ഡെഫിനിഷൻസിലേക്ക് നമുക്ക് പോകാം അല്ലെ. എന്താണ് ഇതിനൊരു ഡെഫിനിഷൻ, പിന്നെ ഇതിന്റെ സോഴ്സസ്, ഒറിജിൻ എങ്ങനെയാണ്, സോഴ്സ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമുക്ക് പബ്ലിക് ഇന്റർനാഷണൽ ലോയുടെ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇന്റർനാഷണൽ ആണ് ഇവിടെ കൺസെപ്റ്റ് വരുന്നത്, ഒരു ഇന്റർനാഷണൽ രീതിയിലാണ് കൺസെപ്റ്റ് വരുന്നത്. അപ്പോ നമുക്ക് ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെതായ റൂളുകളുണ്ട്. നമ്മളെല്ലാവരും ആ രാജ്യത്തിന്റെ റൂളുകൾ പ്രകാരമാണ് പ്രവർത്തിച്ചു പോകുന്നത്. ഓരോ രാജ്യത്തിനും അവരുടേതായ ഭരണഘടനയുണ്ട്, അവരുടേതായ റൂളുകളൊക്കെ ഉണ്ട്. എന്നാൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇതുമായി ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ റൂളോ നമ്മുടെ ആചാരമോ നമ്മുടെ അനുഷ്ഠാനമോ ഒന്നുമല്ല അമേരിക്കയില്, ജർമ്മനിയില്, ഇറ്റലിയില്, ഫ്രാൻസില്, അല്ലെ, പാകിസ്ഥാന്. അപ്പൊ നമ്മളുടെ റോളുമായിട്ടൊക്കെ അവർക്ക് ഒരുപാട് ഡിഫറൻസ് കാണും. ചില രാജ്യങ്ങളിലാണെങ്കിൽ രാജഭരണമാണ്, ചില രാജ്യങ്ങളാണെങ്കിൽ ജനാധിപത്യ ഭരണമാണ്, ചിലർക്ക് പ്രസിഡൻഷ്യൽ ആണ്, ചിലർക്ക് റിപ്പബ്ലിക് ഭരണമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇന്റർനാഷണൽ ലെവലില് ഇവരെല്ലാരും കച്ചവടങ്ങളൊക്കെ പരസ്പരം ചെയ്യുന്നു, അതുപോലെ തർക്കങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നിയമങ്ങൾ, റൂളുകൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പരസ്പരം കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴും പരസ്പരം ഒന്നിച്ചു പോകുമ്പോഴും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറി പാർക്കുമ്പോഴും ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോഴും ഒക്കെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ പരസ്പരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെല്ലാം എന്ത് വെച്ചേക്കുന്നത്, കുറച്ച് നിയമങ്ങൾ വെച്ചേക്കുന്നത്, റൂളുകളാണ്. എല്ലാം എഴുതിപ്പെട്ട ഒരുപാട് റൂളുകളാണ്. നമ്മളിവിടെ രാജ്യം, കൺട്രി എന്ന് പറയുന്നതിന് പകരം സ്റ്റേറ്റ്സ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അല്ലെ, സ്റ്റേറ്റുകളായിട്ടാണ് രാജ്യത്തെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഒരു രാജ്യത്തിന് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്കങ്ങ് ജീവിക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ലീവ് എലോൺ. അപ്പൊ ഒറ്റയ്ക്ക് ഒരു രാജ്യത്തിന് ജീവിക്കാൻ പ്രയാസമാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഞങ്ങൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ഇനി ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ അങ്ങ് ജീവിച്ചോളാം, ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഡീസൽ ഉണ്ടോ, ഇവിടെ എണ്ണയുണ്ടോ, അല്ലെ, ഇവിടെ പെട്രോൾ ഉണ്ടോ? അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്ന് വേണ്ടി വരും. ഇപ്പൊ IC ചിപ്പാണെങ്കിലും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റുകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെടേണ്ട ആവശ്യം വളരെ കൂടുതലാണ്. ഇനി ഓരോ സ്റ്റേറ്റും ലീഗലി, സോഷ്യലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി അവരുടേതായ സിസ്റ്റം ആ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഇന്റർനാഷണൽ ലോ ഈസ് ബോഡി ഓഫ് ലീഗൽ റൂൾസ് ആണ്, നോംസ് ആണ്, സ്റ്റാൻഡേർഡ്സ് ആണ്, ദാറ്റ് ഗവേൺസ് ദി റിലേഷൻഷിപ്സ് ആണ്. ഇവര് തമ്മിൽ ഒരു മ്യൂച്വൽ റിലേഷൻസിൽ വരുമ്പോൾ ഉണ്ടാകുന്ന റൂളുകൾ, നോമുകൾ, സ്റ്റാൻഡേർഡ്സ്, ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ഒക്കെയാണ്. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ അവരുടെ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ, കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ്. Interactions between sovereign states and other international actors such as international organizations, some cases individuals. ഇൻഡിവിജ്വൽസുമായിട്ടുള്ള റിലേഷൻസ് ആണെങ്കിലും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലും WHO-ലും UN-ലും ഒക്കെ ഉണ്ട്. ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും നമ്മളുടെ പരമാധികാരമുള്ള സ്റ്റേറ്റ്സിന് ഇങ്ങനത്തെ കുറച്ച് റൂളുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ടി വരും. സോവറിൻ എന്ന് പറയുമ്പോൾ പരമാധികാരം എന്നൊരർത്ഥമാണ്. അപ്പോ നമ്മള് വൈഡ് റേഞ്ച് ഓഫ് ഇഷ്യൂസ് ആണ് ഇവിടെ പരിഹരിക്കപ്പെടുന്നത്. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം, ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോസ്, യുദ്ധവുമായി ബന്ധപ്പെട്ട, അടിമത്തവുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ നിയമങ്ങൾ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടത്. ഇനി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒറ്റ സൂര്യനും ഒരു ചന്ദ്രനും ഒരു ഭൂമിയേ ഉള്ളൂ. ഓരോ രാജ്യങ്ങൾക്ക് സെപ്പറേഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഒന്നിച്ച് നിന്നാൽ മാത്രമേ പറ്റൂ. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളങ്ങ് കുമിച്ചു കൂട്ടി എറിയുകയാണെങ്കിൽ അത് നമുക്ക് മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കും ഒരുപാട് ദോഷമാകും. എല്ലാവർക്കും കൂടെ ഒറ്റയേറേ ഉള്ളൂ, അല്ലെ. അപ്പൊ എല്ലാവരും ഒരു ഈക്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഇതൊക്കെ ഉപയോഗിച്ച് പോയാലേ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ മുന്നോട്ട് പോകാൻ പറ്റും.
ടെറിട്ടോറിയൽ ബൗണ്ടറീസ്, നമ്മുടെ രാജ്യത്തിനകത്ത് നമുക്ക് പരമാധികാരമുണ്ട്, പക്ഷെ രാജ്യത്തിന് വെളിയിലോട്ട് കുറെ സമുദ്രങ്ങളൊക്കെ ഇല്ലേ, അപ്പോ അതിർത്തികളൊക്കെ ഇല്ലേ, മലകളുണ്ട്, പർവ്വതങ്ങളുണ്ട്, കൊടുമുടികളുണ്ട്. അപ്പൊ ഇതിന് ഒക്കെ ഒരു ബൗണ്ടറി, ആ ഒരു ബൗണ്ടറി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കണം, അതിനൊക്കെയാണ് ഈ റൂളുകൾ സഹായിക്കുന്നത്. ഇനി ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, അപ്പൊ പരസ്പരം മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻസ് ഒരു കുഴപ്പമില്ലാണ്ട് വിങ്ങലൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാനാണ് ഇത്തരം ഇന്റർനാഷണൽ ലോകൾ നമ്മളെ സഹായിക്കുന്നത്. യുഎൻ നൽകിയ ഡെഫിനിഷൻ എന്താണ്? യുഎൻ നൽകിയ ഡെഫിനിഷൻ ആണ് ഇന്റർനാഷണൽ ലോ ഈസ് ദ മീൻസ് ബൈ വിച്ച് സോവറിൻ സ്റ്റേറ്റ്സ്, പരമാധികാരമുള്ള സ്റ്റേറ്റ് ആണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, അതർ ഇന്റർനാഷണൽ ആക്ടേഴ്സ് ഉണ്ട്, regulate their behavior and resolve disputes in a peaceful and orderly manner. അപ്പൊ എല്ലാവർക്കും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം, വളരെ ചിട്ടയോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഇന്റർനാഷണൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഒരു ഇൻഡിവിജ്വൽ ആകാം, എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് എല്ലാവർക്കും ഒരു സമത്വത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നിയമമാണ്, കുറെ കാര്യങ്ങളാണ് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഈ കോൺഫ്ലിക്ട്സ്, ഡിസ്പ്യൂട്ട്സിനെ ഒക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള റൂളിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സെറ്റ് ഓഫ് റൂൾസ് ആണ്, റെഗുലേറ്റ് ചെയ്യുന്നു കോൺഫ്ലിക്ട്സ്. സെറ്റ് ഓഫ് റൂൾസ് ആണ് ഇറ്റ് റെഗുലേറ്റ് ദി കോൺഫ്ലിക്ട്സ്. 1880-കളിൽ തന്നെ ഇന്റർനാഷണൽ നിയമം എന്നൊരു ആശയം വന്നിരുന്നു. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ഒരു ഡെഫിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒറിജിൻ നമ്മൾ നോക്കുമ്പോൾ 1850-കളിൽ തന്നെ ഇന്റർനാഷണൽ ലോ ഒറിജിൻ ചെയ്യപ്പെട്ടു. എന്തിനാണ്, എന്ത് കാരണമാണ് എന്ന് ചോദിച്ചാൽ സമാധാനം ഉണ്ടാക്കുക, തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. സെറ്റ് ഓഫ് റൂൾസ് ആണിത്, ഇത് റെഗുലേറ്റ് ചെയ്യുന്നു കോൺഫ്ലിക്റ്റ്. ഇനി ഈ പബ്ലിക് ഇന്റർനാഷണൽ ലോയെ മറ്റൊരു രീതിയിൽ വിളിക്കാം, ലോ ഓഫ് നേഷൻ എന്നൊരു പേരിലും ഇതിനെ വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? ലോ ഓഫ് നേഷൻ. അപ്പോ ഇതിനെ പബ്ലിക് ഇന്റർനാഷണൽ ലോയ്ക്ക് ഒരു ഡെഫിനേഷൻ ആദ്യമായി മുന്നോട്ട് വെച്ചത് ഓപ്പൺഹെയ്മാണ്. 1905 ഇദ്ദേഹം പബ്ലിക് ഇന്റർനാഷണലിന് ഇങ്ങനൊരു ഡെഫിനേഷൻ മുന്നോട്ട് വെക്കുന്നത്. 1905 എന്താണ് ഡെഫിനിഷൻ? ലോ ഓഫ് നേഷൻസ് എന്നാണ് മറ്റൊരു പേര്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോ ഈസ് ദ നെയിം ഫോർ ദ ബോഡി ഓഫ് customary and conventional rules which are considered legally binding by civilized states in their intercourse with each other. ഇതാണ് ഇദ്ദേഹം പറഞ്ഞ നിയമം. ഇദ്ദേഹം പറഞ്ഞൊരു ഡെഫിനിഷൻ. എന്താണ് പബ്ലിക് ഇന്റർനാഷണൽ ലോ എന്ന് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ പരാമർശിച്ചത് ഇങ്ങനെയാണ്. 1905 ആദ്യമായി ഇതിനൊരു നിർവചനം നൽകിയ വ്യക്തിയാണ് ഓപ്പൺഹെയിം. എന്തായിരുന്നു നിർവചനം? ഈ ഒരു ലോ എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ കസ്റ്റംസ് കാണും, കൺവെൻഷൻ കാണും, അല്ലെ? ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ കസ്റ്റംസും കൺവെൻഷൻസും ഒക്കെ കാണും. ഇതിനെ ഒരു ലീഗലായി നിയമത്തിൽ പൊതിയുന്നു, ബൈൻഡിങ്, ലീഗലി ഇങ്ങനെ കൂട്ടിക്കെട്ടി സിവിലൈസ്ഡ് സ്റ്റേറ്റ്സ്, ആ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നിയമത്തെയാണ് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ കസ്റ്റംസും കൺവെൻഷൻസും ഒക്കെ കാണും. അതൊന്നും പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ ഓരോ രാജ്യങ്ങളിലും ഇത് ഒരു നിയമമാക്കി വെച്ചിട്ട് ആ പരസ്പരം ഇവർ ഇന്റർകോഴ്സിലാകുമ്പോൾ, പരസ്പരം ഇവർ റിലേഷനിലാകുമ്പോൾ, ഇവർ ഒന്നിക്കുമ്പോൾ, രണ്ട് രാജ്യങ്ങൾ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കുറച്ച് റൂളുകൾ, നിയമങ്ങൾ വെക്കുന്നു. അതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ലോ എന്ന് പരാമർശിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു ഡെഫിനേഷൻ വന്നപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു അടിപൊളി, കിടിലൻ ഡെഫിനേഷൻ, ഇതാണ് ഇന്റർനാഷണൽ ലോയുടെ ഡെഫിനേഷൻ. അങ്ങനെ ഇത് വൈഡ്ലി അക്സെപ്റ്റ് ആയി, ഒരുപാട് ബുക്കുകൾ ഇത് അടിച്ചിറക്കി. എന്നാൽ ക്രമേണ മോഡേൺ വേൾഡിലേക്ക് വന്നപ്പോൾ ഈ ഡെഫിനേഷന് പോരായ്മകൾ തുടങ്ങി. അപ്പോ ഈ ഡെഫിനേഷൻ ആർക്കും അങ്ങോട്ട് എല്ലാവരും പറഞ്ഞു ദിസ് ഇസ് നോട്ട് ദ റിയൽ ഡെഫിനേഷൻ, ദിസ് ഇസ് ഒബ്സല്യൂട്ട് ആൻഡ് ഇൻആഡിക്വേറ്റ്. ആദ്യ കാലഘട്ടത്തിൽ ഇത് കറക്റ്റ് ആയിരുന്നെങ്കിൽ പിന്നീട് ഇത് ഇൻആഡിക്വേറ്റ് ആയി മാറി. ക്ലിയർ ആണ്? അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇൻആഡിക്വേറ്റ് ആയത്? ഇപ്പൊ കസ്റ്റമറി കൺവെൻഷണൽ റൂൾസ് ആണ് രണ്ട് മെയിൻ സോഴ്സ്. കസ്റ്റംസും ട്രീറ്റീസും ഒക്കെയാണ് അദ്ദേഹം പരാമർശിച്ചത്. ലീഗലി ബൈൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് റൂളുകളാണ്. മോറൽ, പൊളിറ്റിക്കൽ മാത്രമല്ല,
ലീഗൽ ഒബ്ലിഗേഷൻസ്, കടമകളും ഒക്കെ ഇദ്ദേഹം ഉദ്ദേശിച്ചു. പിന്നെ സിവിലൈസ്ഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് ഓരോന്നും കീറി മുറിച്ചതിന്റെ അർത്ഥങ്ങൾ പറയുകയാണ്. 20th സെഞ്ചുറിയാണ്, മോഡേൺ ഇന്റർപ്രിട്ടേഷൻസ് റിജക്ട് ചെയ്തു. എന്നാൽ ആദ്യകാലങ്ങളിൽ ഇത് അംഗീകരിക്കപ്പെട്ടു. ഓപ്പൺഹൈമർ വർക്ക് മോഡേൺ പ്രിൻസിപ്പൾ ഇന്റർനാഷണൽ ലോ ഒരുപാട് ബുക്കുകളിൽ ഇറങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു പോരായ്മകൾ മനസ്സിലാക്കുന്നത്. കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. എന്താണ് ഡ്രോബാക്സ്? ഫസ്റ്റ് ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ഇത് സ്റ്റേറ്റിന്റെ മാത്രം പ്രശ്നമല്ല പരിഹരിക്കേണ്ടത്. ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പിലാകുന്നു, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ബന്ധത്തിൽ വരുന്നു. ഈ രാജ്യങ്ങളെ മാത്രമാണോ കൺസിഡർ ചെയ്യേണ്ടത്? അല്ല. അവിടെ ഇൻഡിവിജ്വൽസിനെ കൺസിഡർ ചെയ്യണം, ഓർഗനൈസേഷനെ കൺസിഡർ ചെയ്യണം, അല്ലെ? അപ്പോ അവരുടെ അവകാശങ്ങൾ, അപ്പോ ഇവിടെ അവകാശങ്ങൾ, റിലേഷൻസ് മാത്രമല്ല നോക്കേണ്ടത്, അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. ലിയബിലിറ്റി നോക്കണം, ലേബിലിറ്റി ടു ദ ഓർഗനൈസേഷൻസ് നോക്കണം, സ്റ്റേറ്റ് എന്റിറ്റീസുമായിട്ടുള്ള ലിയബിലിറ്റി കൺസിഡർ ചെയ്യണം. അപ്പൊ അങ്ങനെ ഇതിന്റെ ഡ്രോബാക്സ് ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ തുടങ്ങി. അതിനകത്ത് ഒരെണ്ണമാണ് യൂറോസെൻട്രിക് ബയാസ്, സിവിലൈസ്ഡ് സ്റ്റേറ്റ്സ്. ഇപ്പൊ സിവിലൈസ്ഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു കൊളോണിയൽ യൂറോസെൻട്രിക് വേൾഡ് വ്യൂ ആണ്. അപ്പൊ മോസ്റ്റ്ലി വെസ്റ്റേൺ രീതിയിലുള്ളതാണ്. അപ്പോൾ ഇന്ന് അതൊരു ഡ്രോബാക്ക് ആണ്. എന്നാൽ ഇത് ഇന്ന് ഒരു പരമാധികാര സ്റ്റേറ്റ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കൾച്ചർ സിസ്റ്റത്തിനെ എല്ലാമാണ് മെൻഷൻ ചെയ്യുന്നത്. ഇനി നോൺ സ്റ്റേറ്റ്സ് ആക്ടേഴ്സ്, ഓപ്പൺഹൈമർ ഡെഫിനിഷനിൽ ഫോക്കസ് ചെയ്തത് സ്റ്റേറ്റ്സിനെ മാത്രമാണ്. എന്നാൽ ഇന്റർനാഷണൽ ലോ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ ഫോളോ ചെയ്യണം, ഇൻഡിവിജ്വലിനെ ഫോളോ ചെയ്യണം, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനെ ഫോളോ ചെയ്യണം, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനെ ഫോളോ ചെയ്യണം. ഇതെല്ലാം ഫോളോ ചെയ്യണമായിരുന്നു. പക്ഷെ ഇവര് ജസ്റ്റ് ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്സിനെ മാത്രമാണ് ഫോളോ ചെയ്തത്. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആയി കൺസിഡർ ചെയ്യുന്നു. ക്ലിയർ ആണ്? ഇനി അടുത്തത് റെസ്ട്രിക്ട്സ് സോഴ്സ് ടു കസ്റ്റം ആൻഡ് ട്രീറ്റി. അപ്പൊ ജനറൽ പ്രിൻസിപ്പൽ ലോ എന്ത് ചെയ്യുന്നു? ഓപ്പൺഹൈമർ റിക്കഗ്നൈസ് കസ്റ്റമറി ലോ ആൻഡ് ട്രീറ്റീസ് ആർ സോഴ്സ് ആയിട്ട് കസ്റ്റമറിയും ട്രീറ്റിയും മാത്രമാണ് കൺസിഡർ ചെയ്തത്. കണ്ടംപററി ഇന്റർനാഷണൽ ലോയ്ക്കകത്ത് ജനറൽ പ്രിൻസിപ്പൾ ഉണ്ട്, ജുഡീഷ്യൽ ഡിസിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ റൈറ്റിംഗ്സ് ഉണ്ട്, സോഫ്റ്റ് ലോ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, നോ ബൈൻഡിങ് ബട്ട് ഇൻഫ്ലുവൻഷ്യൽ. അപ്പോ ഇവര് കൺസിഡർ ചെയ്ത സോഴ്സുകൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലോയുടെ സോഴ്സുകൾ കസ്റ്റം ആൻഡ് ട്രീറ്റി മാത്രമാണ് ഇവർ കൺസിഡർ ചെയ്തത്. എന്നാൽ മോഡേൺ ഡെഫിനേഷൻ പ്രകാരം ഈ ഒരു ട്രീറ്റിയോ കസ്റ്റം മാത്രമല്ല ഉള്ളത്, ജനറൽ പ്രിൻസിപ്പിൾസ് കൺസിഡർ ചെയ്യണം. ജനറൽ പ്രിൻസിപ്പിൾസ് കൺസിഡർ ചെയ്യണം, സ്കോളറി റൈറ്റിംഗ്സ് നോക്കുന്നുണ്ട്, സോഫ്റ്റ് ലോ ഇൻസ്ട്രുമെന്റ്സ് നോക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നു. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ജനറൽ പ്രിൻസിപ്പൽ ലോ എന്ന് പറയുമ്പം സച്ചാസ് എക്സാമ്പിൾ റീ ജുഡീഷ്യൽ, റീജുഡിക്കേറ്റ്സ്, അതുപോലെ സബ് ജുഡീസ്. പിന്നെ ഒരു ടേം നിങ്ങൾക്ക് ഈ ടേംസ് ഒക്കെ അറിയായിരിക്കും, സബ്രോഗേഷൻ, പിന്നെ എസ്റ്റോപ്പൽ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ തന്നെ പഠിച്ചതാണ് എസ്റ്റോപ്പൽ എന്നിട്ട്. എന്താണ് ഇതൊക്കെ? റീജുഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? റീജുഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഒരു ഡിസിഷൻ എടുത്തു, അല്ലെ? ഒരു പ്രാവശ്യം ഇതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തു, ഒരാളെ തൂക്കിക്കൊല്ലാം എന്ന് വിധിച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര വർഷം ജാമ്യം എന്ന് വിധിച്ചു, അല്ലെങ്കിൽ ഇത്ര വർഷം ജയിൽവാസം എന്ന് വിധിച്ചു. എന്നിട്ട് അതേ കോടതി തന്നെ വീണ്ടും ഇത് പുനരവലോകനം ചെയ്യില്ല. വേണമെങ്കിൽ ഒരു ഹൈക്കോടതി ആണെങ്കിൽ സുപ്രീം കോടതി, ഇപ്പം അതിന്റെ ഹയർ അതോറിറ്റിക്ക് പുനരവലോകനം ചെയ്യാം. സെയിം കോടതി അതിനെ കുറിച്ച് വീണ്ടും സംസാരിക്കില്ല. അതാണ് റീജുഡിക്കേഷൻ. വീണ്ടും റീതിങ്കിങ് എന്ന് പറയുന്നത് വീണ്ടും അവിടെ തന്നെ നോക്കത്തില്ല. ഇനി സബ് ജുഡിക്സ് എന്ന് പറയുന്നത് എന്താണ്? കോടതി ജുഡീഷ്യറി ഡിസിഷൻസ് വന്നിട്ടില്ല, കോടതി ഇതിനൊരു വിധി പറഞ്ഞിട്ടില്ല, ഒരു പ്രത്യേക കേസുമായി ബന്ധപ്പെട്ട് ഒരു വിധി കോടതി പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികം ചർച്ച ചെയ്യത്തില്ല, വിധിക്ക് ശേഷമേ പറയുകയുള്ളൂ. ഇനി എന്താണ് സബ്രോഗേഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു കോൺട്രാക്ട് കേസ് ആണെന്ന് വിചാരിക്കുക. ഒരാള് കടം കൊടുക്കുന്നു, ഒരാള് കടം വാങ്ങിക്കുന്നു, അല്ലെ? വാങ്ങിച്ച ആളാരാണ്? ക്രെഡിറ്ററും അല്ലെ ഡെബിറ്ററും ഒക്കെയാണ്. ഇനി ഒരാള് മധ്യസ്ഥനായി നിൽക്കുന്നു, അതാണ് ഗ്യാരണ്ടി. മധ്യസ്ഥൻ എന്ന് വെച്ചാൽ
കടം കൊടുത്ത ആൾക്ക് ഈ വാങ്ങിയ ആൾ പൈസ കൊടുത്തില്ലെങ്കിൽ മധ്യസ്ഥം കൊടുക്കേണ്ടി വരും. അതാണ് ഈ നടുക്ക് പോയി നിന്ന ആളുടെ പ്രശ്നം. കൊടുത്ത ആള് കൊടുത്തു, ഇയാള് തരും എന്നുള്ള ഉറപ്പ് നൽകിയത് ഈ മധ്യസ്ഥനാണ്. അവസാനം മധ്യസ്ഥം പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്കറിയാതെ, അതായത് നിങ്ങൾ ബാങ്കിൽ നിന്നൊക്കെ കടം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഈ ഏതെങ്കിലുമൊക്കെ സാലറി സർട്ടിഫിക്കറ്റ്സ് ഉദ്യോഗസ്ഥരുടെ കൊണ്ടുവെക്കും മധ്യസ്ഥനായിട്ട്. ഇവന് ഈ പൈസ ഉറപ്പായിട്ടും തരും. അപ്പൊ ബാങ്കിന് ഇയാള് പൈസ കൊടുക്കുന്നില്ല, കടം വാങ്ങിച്ച ആള് പൈസ കൊടുക്കുന്നില്ല. സാലറി സർട്ടിഫിക്കറ്റിലുള്ള ആളുടെ സാലറി കട്ട് ചെയ്യും, അയാൾ കൊടുക്കേണ്ടി വരും ബാങ്കിന്, അല്ലെ? കൃത്യമായി അയാളിൽ നിന്ന് ബാങ്ക് അങ്ങ് വാങ്ങിച്ചോളും. അതാണ് ഈ ഒരു പരിപാടി. അപ്പോൾ ഗ്യാരണ്ടി നിന്ന ആളുടെ കയ്യിൽ നിന്ന് അവസാനം പൈസ വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ ഗ്യാരണ്ടി ചെയ്ത ആള് പൈസ എല്ലാം തിരിച്ചു കൊടുക്കുവാണെങ്കിൽ അയാൾക്ക് ക്രെഡിറ്ററിന്റെ എല്ലാ അവകാശവും ലഭിക്കും. അയാളിപ്പോ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയി മാറുകയാണ്. ഈ സബ്സ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇനി എസ്റ്റോപ്പൽ എന്താണെന്ന് അറിയാലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഒരാള് ഒരു കാര്യം, ഒരു പ്രസ്താവന നടത്തി എ ബിയോട്, ബി അത് പ്രകാരം പ്രവർത്തനങ്ങൾ നടത്തി, കുറച്ച് കഴിയുമ്പോൾ എ വന്നിട്ട് പിന്മാറുന്നു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എസ്റ്റോപ്പൽ. എക്സാമ്പിൾ പറയാം. എക്ക് ഒരു ഷോപ്പുണ്ട്, ഷോപ്പ് അത് റെന്റ് ഔട്ട് ചെയ്യുന്നു. ബിക്കാണ് റെന്റ് ഈ ഷോപ്പ് കിട്ടിയത്. ബി അപ്പോ ഒരു എഗ്രിമെന്റ് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രസ്താവന പറയുന്നു, 10 വർഷത്തേക്ക് ഞാനില്ല, നീ 10 വർഷത്തേക്ക് ഇത് ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നു. അപ്പൊ ബി എന്ത് ചെയ്തു? ഇതുമായി ബന്ധപ്പെട്ട് 2-3 ബിൽഡിംഗ് ഒക്കെ അടിച്ചു, കുറെ ലക്ഷങ്ങളൊക്കെ ചെലവാക്കി ഈ ഷോപ്പ് സൂപ്പർ ആക്കുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ എ തിരിച്ചു വന്നിട്ട് പറയുന്നു, ഇനിയിപ്പോ ഷോപ്പിംഗ് തന്നേരെ, ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ എയുടെ വാക്ക് വിശ്വസിച്ച് 10 വർഷം ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഇവിടെ കടയൊക്കെ പണിഞ്ഞത്. അപ്പൊ കടയുടെ ലാഭം 1 വർഷം കിട്ടിയതേ ഉള്ളൂ. ഇനി ആ മുടക്കിയ പൈസ ഒക്കെ തിരിച്ചു പിടിക്കണ്ടേ? 10 വർഷത്തേക്കുള്ള രീതിയിലാണ് കെട്ടിപ്പറക്കി വെച്ചേക്കുന്നത്. എല്ലാം നഷ്ടമായി പോത്തില്ലേ ബിക്ക്. അപ്പോ ഈ ചെയ്തതാണ് എസ്റ്റോപ്പൽ. അപ്പൊ കോടതിയിൽ പോയാൽ എയെ ഇത് പറയും, നിനക്ക് ഇപ്പൊ അവകാശമൊന്നുമില്ല, 10 വർഷം കഴിഞ്ഞ് വന്ന് നീ അവകാശം സ്ഥാപിച്ചാൽ മതി എന്ന് കോടതി പറയും. ദാറ്റ് ഈസ് എസ്റ്റോപ്പൽ. അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കസ്റ്റമറി മാത്രമല്ല, ഇവിടെ പ്രിൻസിപ്പൽസ് കൂടി, ജനറൽ പ്രിൻസിപ്പൽസ് കൂടി കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. സ്റ്റാറ്റിക് നേച്ചർ ഉണ്ട്, അതായത് ഹിസ് ഡെഫിനിഷൻ ഈസ് റിജിഡ്, ഫോർമാലിസ്റ്റ് ആണ്. അപ്പോൾ ഡൈനാമിക് ആൻഡ് എവോൾവിംഗ് നേച്ചർ ഓഫ് ഇന്റർനാഷണൽ ലോയെ കുറിച്ചൊന്നും റിഫ്ലക്ട് ചെയ്യുന്നില്ല. ഇന്റർനാഷണൽ ലോ എന്ന് പറയുമ്പോൾ ഗ്ലോബൽ ചലഞ്ചസ് ആണ്. ക്ലൈമറ്റിനെ കുറിച്ച്, സൈബർ ക്രൈമിനെ കുറിച്ച്, ടെററിസത്തെ കുറിച്ച്, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യേണ്ടതാണ്. കാര്യം ഇന്റർനാഷണലി വരുന്ന ഏറ്റവും പ്രസക്തമായ സബ്ജക്ട്സുകൾ ഒന്നും തന്നെ പറയുന്നില്ല. വളരെ ഫോർമലായിട്ട് വളരെ ചെറിയ കൺസെപ്റ്റ് മാത്രമാണ് ഇദ്ദേഹം മെൻഷൻ ചെയ്തത്. നോ മെൻഷൻ ഓഫ് എൻഫോഴ്സ്മെന്റ് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓപ്പൺഹൈമൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ICI, ICC, UN സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഫങ്ഷൻസിനെ കുറിച്ചോ ഇതെങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴാണ് ഇതിന് പ്രസക്തി വന്നത്, അല്ലെ? 905 പറയുമ്പോൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറയാൻ പാടാണ്. 945 UN നിലവിൽ വന്നതുപോലെ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇന്റർനാഷണൽ കേൾക്കുമ്പോൾ തന്നെ പലരുടെ മനസ്സിൽ ആദ്യം വരുന്ന UN കുറിച്ചും WTO കുറിച്ചും വേൾഡ് ബാങ്കിനെ കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ വേൾഡ് ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഈ ഒരു ഡെഫിനേഷൻസിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ലിമിറ്റഡ് സ്കോപ്പ് ആണ്. എക്സ്ക്ലൂഷൻ ഓഫ് ആക്ടേഴ്സ് ആൻഡ് സോഴ്സസ്, കൊളോണിയൽ ഓവർടോൺസ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഡെഫിനേഷൻസ് അത്ര പ്രോപ്പർ അല്ല എന്ന് മനസ്സിലാക്കാം. ഓപ്പൺഹൈമന്റെ ഇക്വേഷൻ അത്ര പോരാ എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് ഈ ഒരു ഓപ്പൺഹൈമന്റെ തന്നെ 9ാമത്തെ ബുക്കിന്റെ എഡിറ്റേഴ്സ് ഉണ്ട്. അവരാണ് റോബർട്ട് ജെന്നിങ്സും അതുപോലെ സർ ആർതർ വാട്ട്സ്. ഇവർ രണ്ടുപേരും കൂടി ഈ ഒരു ഡ്രോബാക്സ് ഒക്കെ മാറ്റി ഈ ഒരു റൂളിനെ കുറച്ചും കൂടി ഒന്ന് മോഡേണൈസ് ചെയ്തു. അപ്പോ ഇവർ അവരിനകത്ത് റിലേഷൻസ്, ഇദ്ദേഹം ഇൻഡിവിജ്വലിനെ ഉൾപ്പെടുത്തിയില്ലല്ലോ. അപ്പൊ അവര് സബ്ജക്ട്സ്, ഇന്റർനാഷണൽ ലോ, ഇൻഡിവിജ്വൽസിനെ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ ജനറൽ റൂളിനെയും കൂടി ഉൾപ്പെടുത്തി. അങ്ങനെ ഒന്ന് ഈ ഇദ്ദേഹത്തിന് തന്നെ 9ാമത്തെ ബുക്കിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഈസ് എക്സ്റ്റെൻഡ് ആൽസോ ടു ദി ഇൻഡിവിജ്വൽസ് മേ ബി സബ്ജക്ട് ഓഫ് റൈറ്റ്സ് കൺഫോംഡ്. മറ്റേത് അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഓപ്പൺഹൈമൻ, അവകാശങ്ങളെ കുറിച്ച് ഇവർ ആഡ് ചെയ്തു.
ആൻഡ് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ദ ഇന്റർനാഷണൽ ലോ. ഡ്യൂട്ടീസിനെ കുറിച്ചും പരാമർശിച്ചില്ല, അതൊക്കെ ഇവര് ആഡ് ചെയ്ത് വെച്ചു. പരസ്പര ബന്ധം, നിയമപരം പാലിക്കേണ്ട റൂളുകൾ, അപ്പോ ഇതൊക്കെയായിരുന്നു ഇതിനകത്ത് വരുന്നത്. ക്ലിയർ ആണ്? ഇനി അടുത്തൊരു വ്യക്തിയാണ് ചാൾസ് ജി ഫെൻവിക്. ചാൾസ് ജി ഫെൻവിക് ഇദ്ദേഹമാണ് അടുത്തതായിട്ട് ഈ ഒരു ഇന്റർനാഷണൽ ലോയ്ക്ക് ഒരു ഡെഫിനിഷൻ നൽകുന്നത് 1924ലാണ്. ഇദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലോ ഇസ് ദ ബോഡി ഓഫ് റൂൾസ്. റൂളുകളാണ് ലീഗലി ബൈൻഡിങ് അപ്പോൺ സ്റ്റേറ്റ്സ് ഇൻ ദെയർ ഇന്റർകോഴ്സ് വിത്ത് ഈച്ച് അതർ. അപ്പൊ ഇന്റർനാഷണൽ ലോ മേ ബി ഡിഫൈൻഡ് ആസ് ദ ബോഡി ഓഫ് ജനറൽ പ്രിൻസിപ്പിൾ ആൻഡ് സ്പെസിഫിക് റൂൾസ് which are binding upon the members, international communities in their mutual relations. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞു the concept international country refers to the collection of states, international institutions, individuals and other non-state entities such as territories or political units other than state. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇൻഡിവിജ്വലിനെ ഉദ്ദേശിക്കുന്നോ എൻറ്റിറ്റീസിനെ ഉദ്ദേശിക്കുന്നോ ഒക്കെ ഇദ്ദേഹം കൃത്യമായി പറഞ്ഞു. ഫെൻവിക്ക് പ്രൈമറി ആക്ടേഴ്സ് ഇന്റർനാഷണൽ ലോയെ കുറിച്ച് സ്റ്റേറ്റ് സെൻട്രിക്, ലീഗലി ബൈൻഡിങ് റൂൾസ്, ലീഗൽ നേച്ചർ ഓഫ് ദ റൂൾസ്, നോട്ട് ജസ്റ്റ് പൊളിറ്റിക്കൽ മോറൽ നോംസ്. പൊളിറ്റിക്കൽ മോറൽ നോംസ് മാത്രമല്ല ലീഗൽ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദ റൂൾസിനെ കുറിച്ച് പരാമർശിച്ചു. അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ഒരു റിലേഷൻസ് ഇൻഡിവിജ്വലിനെ കുറിച്ച്, ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ച്, സ്റ്റേറ്റ്സ് മാത്രമല്ല, നമ്മുടെ ഓപ്പൺഹൈമനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഡെഫിനിഷൻ ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ്, അപ്രൂവ്ഡ് ഒരു ഡെഫിനിഷൻ ആണ്. കറക്റ്റ് ഡെഫിനിഷൻ ആയിട്ടാണ് ചാൾസ് ജി ഫെൻവിക്കിന്റെ ഇന്റർനാഷണൽ ലോ 1924 കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഓക്കെ ആണ്. അപ്പോ നമ്മള് ആദ്യം ഓപ്പൺഹൈമനെയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ആദ്യം പറഞ്ഞ ആളല്ലേ, അതുകൊണ്ട് തന്നെ കുറെ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. രണ്ടാമത് വന്ന ആള് അദ്ദേഹത്തിന്റെ റൂള് തന്നെ എഡിറ്റ് ചെയ്ത് പറഞ്ഞാണ് രണ്ട് വ്യക്തികൾ. അതിനുശേഷം ചാൾസ് ജി ഫെൻവിക് കുറച്ചും കൂടെ നല്ലൊരു റൂളുമായി മുന്നോട്ട് വരുന്നു. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ഒരു വ്യക്തിയെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയുന്നത് സ്റ്റാർക്കിനെ കുറിച്ചാണ്. ജെ ജി സ്റ്റാർക്ക്. അപ്പൊ ജെ ജി സ്റ്റാർക്ക് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ജെ ജി സ്റ്റാർക്ക് എന്താണ് പരാമർശിച്ചത് എന്ന് നമുക്ക് നോക്കണം. ഇദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ലീഗൽ സ്കോളർ ആണ്. മോഡേൺ ഡെഫിനിഷൻ ഓഫ് പബ്ലിക് ഇന്റർനാഷണൽ ലോയെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ ബുക്ക് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ലോയിൽ പരാമർശിക്കുന്നു. വൈഡ്ലി അക്സെപ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനിലേക്കാണ് പോകുന്നത്. ജെ ജി സ്റ്റാർക്ക് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ലോ എന്ന ഇദ്ദേഹത്തിന്റെ ബുക്കിലാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഇന്റർനാഷണൽ ലോ മേ ബി ഡിഫൈൻഡ് ആസ് ദാറ്റ് the body of law which is composed for its greater part of the principles and the rule of conduct which states feel themselves bound to observe and therefore do commonly observe in their relations with one another. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആകുന്നു? റൂൾസ് ഓഫ് ദ ലോ ഇൻക്ലൂഡ് ആകുന്നു. ഇദ്ദേഹം ജെ ജി സ്റ്റാർക്ക് വ്യക്തമായൊരു ഡെഫിനേഷൻ ആണ് നൽകുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ്? റൂൾ ഓഫ് ലോ ഉണ്ട്, ഫങ്ഷനിങ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, റിലേഷൻ വിത്ത് വൺ അനദർ, അതായത് ഇൻഡിവിജ്വൽസിനെ കുറിച്ചും പരാമർശിച്ചു. ദർ റിലേഷൻസ് വിത്ത് സ്റ്റേറ്റ്സ്, ഇൻഡിവിജ്വൽ കുറിച്ച് പറഞ്ഞു. ഇത് കൂടാണ്ട് ആരൊക്കെ ഉണ്ടാകണം? ഓർഗനൈസേഷൻ, UNO, WHO, അത് ഇവരുടെയൊക്കെ അവകാശം എന്താണ്, ഈ ആരൊക്കെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഇവരുടെ ബന്ധം എന്താണ്, ഇതെല്ലാം പരാമർശിച്ചു. Certain rules of law relating to individuals, non-state entities, so far as the rights, duties of such individuals and the non-state entities are the concern of the international community. ഇവരുടെ അവകാശങ്ങൾ എന്താണ്, ഇവരുടെ കടമകൾ എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു പരാമർശം നടത്തിയ വ്യക്തിയാണ് ജെ ജി സ്റ്റാർക്ക്. ജെ ജി സ്റ്റാർക്കിന്റെ ഡെഫിനിഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ലോയുടെ ഡെഫിനിഷനായി കൺസിഡർ ചെയ്യുന്നു. ഓപ്പൺഹൈമിനെ കണ്ടു, ഫെൻവിക്കിന്റെ ഡെഫിനിഷൻ കണ്ടു,
റോബർട്ട് ജെന്നിങ്സ്, സർ ആർതർ വാട്സിനെ കുറിച്ച് കണ്ടു. ഇപ്പൊ നമ്മൾ ഏറ്റവും ഒരു കിഡിലൻ ഡെഫിനേഷനിലെത്തി, ജെ സ്റ്റാർക്കിന്റെ ഡെഫിനേഷൻ, റൂൾ ഓഫ് ലോയും പിന്നെ ഇൻഡിവിജ്വൽ നോൺ സ്റ്റേറ്റ് എൻറ്റിറ്റീസ് ഇതിനെ കുറിച്ചൊക്കെയുള്ള പരാമർശം കണ്ടു. ഇനി എലമെന്റ്സ് എന്തൊക്കെയാണ് സ്റ്റാർക്ക് ഡെഫിനേഷനിൽ? കസ്റ്റമറി പ്രാക്ടീസ്, ലീഗൽ ഒബ്ലിഗേഷൻ, അതായത് കടമകൾ, നിയമപരമായ കടമകൾ. സ്റ്റേറ്റ് പ്രാക്ടീസും ലീഗൽ ഒബ്ലിഗേഷനും പറയുന്നു. ഇനി സ്റ്റേറ്റ്സ് കംപ്ലൈൻ നോട്ട് ജസ്റ്റ് ബൈ ഹാബിറ്റ് ബട്ട് ബിക്കോസ് ദേ ബിലീവ് ഇറ്റ് ഈസ് ലീഗലി റിക്വയർഡ്. ലീഗലി ആവശ്യമാണ്, ഇതൊരു കടമ മാത്രമല്ല, ഒരു ഹാബിറ്റ് മാത്രമല്ല. ഇനി ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ച് പരാമർശിച്ചു. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അതിന്റെ ഇന്ററാക്ഷൻസിനെ കുറിച്ച് പരാമർശിച്ചു. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ കണ്ടു. ഇൻഡിവിജ്വൽ നോൺ സ്റ്റേറ്റ് എൻറ്റിറ്റീസ് ഇതിനെ കുറിച്ചൊക്കെ ഇന്റർനാഷണൽ ലോയിൽ ഇദ്ദേഹം പരാമർശിച്ചു. അപ്പൊ കൂടുതലും ആധുനിക വൽക്കരണത്തിന്, നമ്മുടെ ഈ മോഡേൺ യുഗത്തിന് കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇദ്ദേഹം ഈ ഒരു ഡെഫിനേഷനാണ് നൽകിയത്. സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ലോ മനസ്സിലാക്കാൻ പറ്റുന്നു. മൾട്ടിപ്പിൾ സബ്ജക്ട്സ് നോട്ട് ജസ്റ്റ് സ്റ്റേറ്റ്സ്, അക്കൗണ്ട്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻഡിവിജ്വൽ റോൾസ്. ഇനി നമ്മൾ സോഴ്സസിനെ കുറിച്ച് പരാമർശിക്കാൻ പോവുകയാണ്. പബ്ലിക് ഇന്റർനാഷണൽ ലോ, ഇതിന്റെ സോഴ്സുകൾ എന്തൊക്കെയാണ്? ഈ ജെ സ്റ്റാർക്ക് പരാമർശിച്ചത് രണ്ട് സോഴ്സുകളാണ്. ഒന്ന് മെറ്റീരിയൽ സോഴ്സിനെ കുറിച്ചാണ് ഇദ്ദേഹം പരാമർശിച്ചത്. അപ്പൊ മെറ്റീരിയൽ സോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ ലോ, ആക്ച്വൽ സോഴ്സ് ഫ്രം വിച്ച് ക്യാൻ ഇന്റർനാഷണൽ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പരാമർശിച്ചത് മെറ്റീരിയൽ സോഴ്സിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഫോർമൽ സോഴ്സും മെറ്റീരിയൽ സോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എന്താണ് ഈ ഒരു സോഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ക്ലിയർ ആണ്? ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നോക്കാൻ പോകുന്നത് എന്താണ് നമ്മളുടെ ഫോർമൽ സോഴ്സ് ആൻഡ് മെറ്റീരിയൽ സോഴ്സ് എന്നാണ്. എന്താണ് ഫോർമൽ സോഴ്സ് എന്ന് ചോദിച്ചാൽ, ജനറലി നമ്മളൊരു റൂള് അപ്ലൈ ചെയ്യുന്നു. ആ ഒരു മെത്തേഡ്, ആ ഒരു പ്രൊസീജിയർ, ആ ഒരു ലീഗൽ പ്രൊസീജിയർ, ആ ഒരു റൂളിനെയാണ് നമ്മളുടെ ഫോർമൽ സോഴ്സ് എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് നമ്മളൊരു റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ്സ്, റൂൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ലീഗൽ പ്രൊസീജിയേഴ്സിനെയാണ് ഫോർമൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മെറ്റീരിയൽ സോഴ്സ്? എന്താണ് മെറ്റീരിയൽ സോഴ്സ്? റൂള് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അത് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എവിഡൻസ് ആണ്, തെളിവുകളുടെ അടിസ്ഥാനമാണെങ്കിൽ അതാണ് ഇതിന്റെ മെറ്റീരിയൽ സോഴ്സ് എന്ന് പറയുമ്പോൾ തെളിവുകളാണ്, എവിഡൻസ് ആണ്. എന്താണ് മെറ്റീരിയൽ സോഴ്സ്? തെളിവുകളാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം എവിഡൻസ് ആണ് മെറ്റീരിയൽ സോഴ്സ്. റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എവിഡൻസ് അല്ലെങ്കിൽ തെളിവുകളാണ് മെറ്റീരിയൽ സോഴ്സ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട സോഴ്സുകൾ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇത്തിരി മുമ്പ് പറയാത്തൊരു കാര്യമുണ്ട്. അതായത് യൂണിവേഴ്സൽ ഇന്റർനാഷണൽ ലോ നമ്മൾ പരാമർശിക്കുന്നുണ്ടല്ലോ. അപ്പോ വേൾഡിലൊക്കെ വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു കാര്യം പറഞ്ഞില്ല. അതായത് സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട്. ഇന്റർനാഷണൽ സ്റ്റേറ്റ് കോർട്ട് ഓഫ് ജസ്റ്റിസ് എവിടെയാണ്? ഹേഗിലാണ്. അവരുടെ ആർട്ടിക്കിൾ 38 ആണ് ജനറൽ പ്രിൻസിപ്പിൾ ഒക്കെ ഫോളോ ചെയ്യണം എന്ന് പരാമർശിക്കുന്നത്. അപ്പോ ആർട്ടിക്കിൾ 38 ആണ് ജനറൽ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം എന്ന് പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 38 എന്നുള്ളത് എല്ലാവരും ഓർത്തു വെക്കണം. ആർട്ടിക്കിൾ 38 ക്ലിയർ ആണ്. ഇനി നമ്മൾ സോഴ്സിലേക്ക് തിരിച്ചു വരികയാണ്. സോഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കണം? ജനറൽ ആയിട്ട് നമുക്ക് 6 സോഴ്സുകളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഫൗണ്ടേഷൻ ഫ്രം വിച്ച് ദ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർനാഷണൽ ലോ ആർ ഡിറൈവ്ഡ്. Authorities list found Article 38(1). The statutes of the International Court of Justice
ICJ എന്ന് കാണിക്കാം, സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, വിച്ച് ഔട്ട്ലൈൻസ് ദ ഫോളോവിംഗ് പ്രൈമറി ആൻഡ് സബ്സിഡറി സോഴ്സസ്. അപ്പോൾ ആർട്ടിക്കിൾ 38 പ്രകാരം സോഴ്സുകൾ പ്രൈമറി ഉണ്ട്, അതുപോലെ തന്നെ സബ്സിഡറി സോഴ്സുകളുമുണ്ട്. പ്രൈമറി സോഴ്സ് ഉണ്ട്, സബ്സിഡറി സോഴ്സുകളുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോഴ്സുകൾ പ്രധാനമായും കൺസിഡർ ചെയ്യുന്നത് 6 എണ്ണമായിട്ടാണ്. ഏതൊക്കെയാണ് നമ്മുടെ സോഴ്സുകൾ? പ്രധാന സോഴ്സുകൾ 6. ഒന്ന് ഇന്റർനാഷണൽ കസ്റ്റം ആണ്, കൺവെൻഷൻ ഓർ ട്രീറ്റീസ്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ബൈ സിവിലൈസ്ഡ് നേഷൻസ്, ഡിസിഷൻ ഓഫ് ജുഡീഷ്യൽ ഓർ ആർബിട്രൽ ട്രിബ്യൂണൽസ്, ജുറിസ്റ്റിക് വർക്സ്, പിന്നെ ഡിസിഷൻ ഓർ ഡിറ്റർമിനേഷൻ ഓഫ് ദ ഓർഗൻസ് ഓഫ് ഇന്റേണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് ഇത്രയുമാണ് നമ്മുടെ സോഴ്സുകൾ. നമുക്ക് പ്രധാനമായിട്ടും 6 സോഴ്സുകളാണ് ഉള്ളത്. ഇതില് ആദ്യത്തെ 5 സോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 38 നമ്മുടെ ആർട്ടിക്കിൾ 38 ആദ്യത്തെ 5 സോഴ്സിനെയാണ് പരാമർശിക്കുന്നത്. ഈ 6ാമത് എഴുതിയ സോഴ്സ് ആർട്ടിക്കിൾ 38 പരാമർശിക്കുന്നില്ല. എന്നാൽ ദാറ്റ് ഈസ് എ വെൽ റെക്കഗ്നൈസ്ഡ് സോഴ്സ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ദാറ്റ്സ് എ വെൽ റെക്കഗ്നൈസ്ഡ് സോഴ്സ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആർട്ടിക്കിൾ 38 5 ഉള്ളൂ, മറ്റേത് അംഗീകരിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 38. ഇന്റർനാഷണൽ കസ്റ്റം, കൺവെൻഷൻസ് ഓഫ് ട്രീറ്റീസ്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ബൈ സിവിലൈസ്ഡ് നേഷൻസ്. അപ്പൊ ഇവ അംഗീകരിക്കുന്ന ജനറൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ഡിസിഷൻസ് ഓഫ് ജുഡീഷ്യൽ ആർബിട്രൽ ട്രിബ്യൂണൽസ്, ആർബിട്രൽ ട്രിബ്യൂണൽസ് നടക്കുന്നു, അല്ലെങ്കിൽ ജുഡീഷ്യലിന്റെ ഡിസിഷൻസ് എന്തായിരുന്നു ഓരോ കേസിലും, അതൊക്കെ വേണ്ടതാണ്. ജുറിസ്റ്റിക് വർക്സ്, ഈ നിയമപരമായിട്ടുള്ള പുസ്തകങ്ങൾ. പിന്നെ ഡിസിഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് ദ ഓർഗൻസ് ഓഫ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡിറ്റർമിനേഷൻസ്, അതിനെ കുറിച്ചൊക്കെ ഡിസിഷൻസ് എടുക്കുന്നു, അതിന്റെയൊക്കെ ഡിസിഷൻസ് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇന്റർനാഷണൽ കസ്റ്റം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ട്രീറ്റീസ്, പലതരത്തിലുള്ള ഉടമ്പടികൾ ഒപ്പുവെക്കാറുണ്ട്. ജനറൽ പ്രിൻസിപ്പിൾസ്, കുറെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്യണം. ജുഡീഷ്യൽ അല്ലെങ്കിൽ ആർബിട്രൽ ട്രിബ്യൂണൽസിലെ അന്നത്തെ ഡിസിഷൻ എന്തായിരുന്നു? ജുറിഡിസ്റ്റിക് വർക്സ്, പിന്നെ ഡിസിഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് ദ ഓർഗൻസ് ഓഫ് ഇന്റേണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെയാണ്. ഇതിപ്പോ എഴുതിയ എഴുത്ത് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്, അവരുടെ അപ്പോഴത്തെ തീരുമാനങ്ങൾ, ഇതൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു. 6 സോഴ്സുകൾ എന്ന് നമ്മൾ പറഞ്ഞു. സോഴ്സുകളെ രണ്ടായി തിരിക്കാം, പ്രൈമറി എന്നും സബ്സിഡറി എന്നുമാണ്. ആദ്യം നമുക്ക് പ്രൈമറി സോഴ്സിലേക്ക് പോകാം. പ്രൈമറി സോഴ്സ് ആണ് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് കൺവെൻഷൻസ്. ഇവിടെ ഒരു റിട്ടേൺ എഗ്രിമെന്റ് കാണും, ഈ സ്റ്റേറ്റ്സും ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട്. ബൈൻഡിങ് ഓൺലി ഓൺ ദ പാർട്ടീസ് ടു ദി എഗ്രിമെന്റ്. എഗ്രിമെന്റിൽ എന്ത് പറയുന്നു? അത്തരം കാര്യങ്ങൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. UN ചാർട്ടർ, ജനീവ കൺവെൻഷൻസ്, പാരീസ് എഗ്രിമെന്റ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. കസ്റ്റമറി ഇന്റർനാഷണൽ ലോ. എന്താണ് കസ്റ്റമറി ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത്? ഓക്കെ, കസ്റ്റമറി ഇന്റർനാഷണൽ ലോ എന്ന് വെച്ചാൽ പ്രാക്ടീസസ് ആൻഡ് ബിഹേവിയർ കൺസ്റ്റന്റ്ലി ഫോളോഡ് ബൈ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്സ് ഒരേ കാര്യം റിപ്പീറ്റഡ്ലി ഫോളോ ചെയ്യുകയാണ്, അത് അവരുടെ കടമയാണ് എന്നുള്ള രീതിയിൽ റിപ്പീറ്റഡ്ലി ഫോളോ ചെയ്യുന്നു. ബൈൻഡിങ് ഓൺ ഓൾ സ്റ്റേറ്റ്സ് എക്സെപ്റ്റ് ദോസ് ദാറ്റ് പെർസിസ്റ്റന്റ്ലി ഒബ്ജക്റ്റഡ് ഫ്രം ദ ഔട്ട്സെറ്റ്. അപ്പൊ എല്ലാ സ്റ്റേറ്റുകളും ഒരേപോലെ ഇത് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എങ്കിൽ ദിസ് ഈസ് കസ്റ്റമറി ഇന്റർനാഷണൽ സോഴ്സ്. പ്രൊഹിബിഷൻ ഓഫ് ജീനോസൈഡ് ഓർ ദ പ്രിൻസിപ്പിൾ ഓഫ് നോൺ റീഫോൾമെന്റ്. ഇനി നമ്മൾ ഈ കസ്റ്റമറി അല്ലെങ്കിൽ കസ്റ്റംസ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, ബാക്കി നോക്കാം. General principles of law recognized by civilized nations. ഇവിടെ ലീഗൽ പ്രിൻസിപ്പിൾ ആണ്.
ഇത് മേജർ ലീഗൽ സിസ്റ്റംസ് ടു ദ വേൾഡ് ആണ്. ട്രീറ്റീസും കസ്റ്റമറി ലോയും സൈലന്റ് ആണെങ്കിലും ഇത് ഫിൽ ചെയ്യുന്നു ഗ്യാപ്സ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ്, ജസ്റ്റിസ്, ഗുഡ് ഫെയ്ത്ത്, ഡ്യൂ പ്രോസസ് ഇതൊക്കെയാണ് ജനറൽ പ്രിൻസിപ്പലിന്റെ ഭാഗമായിട്ട് പരാമർശിക്കുന്നത്. അപ്പൊ പ്രിലിമിനറി സോഴ്സിൽ, പ്രൈമറി സോഴ്സിൽ ട്രീറ്റി വരുന്നു, കസ്റ്റംസ് വരുന്നു, പിന്നെ ജനറൽ പ്രിൻസിപ്പിൾ വരുന്നു. സബ്സിഡിയറി സോഴ്സിൽ വരുന്നതാണ് ജുഡീഷ്യൽ ഡെഫിനിഷൻ, ടീച്ചിങ് ഓഫ് ദ മോസ്റ്റ് ഹൈലി ക്വാളിഫൈഡ് പബ്ലിസിറ്റ്സ്, writing of respected legal scholars and expertise. ജുഡീഷ്യൽ ഡിസിഷൻ എന്താണോ ഡിസിഷൻ അത് പരാമർശിക്കുന്നു. ടീച്ചിങ് ഓഫ് ദ മോസ്റ്റ് ഹൈലി ക്വാളിഫൈഡ് പബ്ലിസിറ്റ്സ്, അതുപോലെ റൈറ്റിംഗ് ഓഫ് റെസ്പെക്ടഡ് ലീഗൽ സ്കോളേഴ്സ് ആൻഡ് എക്സ്പേർട്സ്. ക്ലിയർ ആണ്? ഇനി നമുക്ക് അത് കൺസിഡറേഷൻ ഉണ്ട്. അതിനകത്ത് റെസൊല്യൂഷൻസ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വരുന്നു. ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ലോ വരുന്നു. ദോ ദേ ആർ ജനറലി നോട്ട് ബൈൻഡിങ്. ഇനി എന്താണ് സോഫ്റ്റ് ലോ എന്ന് വെച്ചാൽ? നോൺ ബൈൻഡിങ് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ഡിക്ലറേഷൻസ്, ഗൈഡ് ലൈൻസ്, കോഡ്സ് ഓഫ് ദ കണ്ടക്ട് ദാറ്റ് മേ ഇൻഫ്ലുവൻസ് സ്റ്റേറ്റ് ബിഹേവിയർ ആൻഡ് ഇവോൾവ് ഇൻടു ബൈൻഡിങ് നോംസ്. ഈ നോമ് സോഫ്റ്റ് ലോ ആണ്. ഇതിനകത്ത് ഡിക്ലറേഷൻ വരുന്നുണ്ട്, ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്, കണ്ടക്ട് ചെയ്യേണ്ട കോഡ്സ് വരുന്നുണ്ട്. ഇത് നമുക്കൊരു ബൈൻഡിങ് നോംസ് ആക്കാൻ പറ്റും. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കസ്റ്റംസിനെ കുറിച്ച് പരാമർശിക്കാൻ പോവുകയാണ്. എന്താണ് സോഴ്സിൽ കസ്റ്റം എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്? ഈ ലോ എന്ന് പറയുമ്പോൾ ഓൾഡസ്റ്റ് ആൻഡ് ഒറിജിനൽ ആണ്. ഓൾഡസ്റ്റ് ആണ്, ഒറിജിനൽ ആണ്. ഇത് പലരും നേരത്തെ മുതലേ വർഷങ്ങൾക്ക് മുമ്പേ ഫോളോ ചെയ്ത് കൈമാറി വന്നതാണ്. ഡിമിനിഷ്ഡ് ഇൻ ദി മോഡേൺ പീരീഡ്. മോഡേൺ പീരീഡിലായിരിക്കും ഇതിന്റെ ഒരു അത്രയും അങ്ങോട്ട് ഇല്ലാത്തതായി കാണുന്നത്. അപ്പൊ പലതിനും കണ്ടീഷൻസ് ഉണ്ടെങ്കിലും മോഡേൺ വേൾഡിൽ അത്ര ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല. ഈ ഒരു കസ്റ്റംസിനെ കുറിച്ച് പരാമർശിക്കുന്നത് 38 ബിയിലാണ്. 38 ബി. ഇത് വർഷങ്ങളായി നിലകൊണ്ട ഒരു റൂളായിരിക്കും. സത്യത്തിൽ പറഞ്ഞാൽ ഇതൊരു ഇന്റേണലി ഹാബിറ്റ് ആയിരിക്കും. കസ്റ്റം ആൻഡ് യൂസേജ് ഇത് ഒരു സിനോണിം പോലെ വരികയാണ്. അപ്പൊ കസ്റ്റംസ് ആദ്യം ഒരു യൂസേജ് ആണ് നടക്കുന്നത്. ഈ യൂസേജ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ലോങ് ഡ്യൂറേഷൻ ആയിരിക്കണം, യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി വേണം, ജനറലി ഓഫ് പ്രാക്ടീസ് വേണം, ഒപ്പീനിയോ ജൂറിസ് നെസസിറ്റി വേണം. അപ്പൊ കസ്റ്റം എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്സില് വർഷങ്ങളായിട്ട് നിലകൊള്ളുന്നതായിരിക്കും. ഇതിനൊരു മാറ്റവും കാണാണ്ട് ഇങ്ങനെ കാണപ്പെടുന്നതാണ്. അതിനുശേഷം അതൊരു റൂളായി മാറുകയാണ്. അത് യൂസേജും കസ്റ്റമും ഒരേപോലെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ആദ്യം യൂസേജ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ യൂസേജ് ആണ് പിന്നീട് കസ്റ്റമായി മാറുന്നത്. അപ്പൊ യൂസേജിന്റെ ഒരു പ്രത്യേകതയാണ് ലോങ് ഡ്യൂറേഷൻ. യൂസേജ് ഒരുപാട് കാലം എന്ത് ചെയ്യുന്നു? ഇന്റൻഷനലി ഫോളോ ചെയ്യുന്നു. ഒരുപാട് കാലമായിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. ഏൻഷ്യന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മുനിസിപ്പൽ ലോ എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനാഷണൽ ലോ മനസ്സിലായി. ഇന്റർനാഷണൽ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമങ്ങളാണ്. മുനിസിപ്പൽ ലോ എന്ന് വെച്ചാൽ ആ രാജ്യത്തിനുള്ളിലുള്ള നിയമങ്ങളെയാണ് നമ്മൾ മുനിസിപ്പൽ ലോ എന്ന് പരാമർശിക്കുന്നത്. ആ രാജ്യത്തിന് ഉള്ളിലുള്ള നിയമങ്ങളാണ് മുനിസിപ്പൽ ലോ എന്ന പരാമർശം. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ മുനിസിപ്പൽ ലോ എന്ന് പരാമർശിക്കുന്നത് ആ രാജ്യത്തിന് ഉള്ളിലുള്ള കാര്യമാണ്. ക്ലിയർ ആണോ? കിട്ടുന്നുണ്ടോ?
കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി എന്താണ് ലോങ് ഡ്യൂറേഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരുപാട് നാളായിട്ട് നിൽക്കുന്നു, ഏൻഷ്യന്റ് ആണ്, ഇമെമ്മോറൽ ആണ്. പിന്നെ മുനിസിപ്പൽ ലോ എന്ന് വെച്ചാൽ സ്റ്റേറ്റിനുള്ളിലുള്ള ലോയാണ്. ക്ലിയർ? അപ്പൊ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ നിലകൊള്ളുന്ന ഒരു സാധനമാണ് എന്തായി മാറുന്നത്? കസ്റ്റമായി മാറുന്നത്. അപ്പൊ ഫുള്ളി ലോ അക്സെപ്റ്റ് ആയാൽ അത് കസ്റ്റമാകുന്നു, യൂസേജ് അവിടെ അവസാനിക്കും. സാറ്റിസ്ഫാക്ടറി എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം റൂള് ക്ലിയർ ആണ്. യൂസേജ് ആണ് തുടക്കം, കസ്റ്റമൈസേഷൻ. അപ്പൊ കസ്റ്റം വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയി അവസാനമാണ് അംഗീകരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇതൊരു യൂസേജ് ആയിരിക്കും, പിന്നീട് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത് അംഗീകരിക്കുന്നത്. ഇനി എന്താണ് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി? അപ്പോൾ ഒരു യൂസേജ് ആണെങ്കിൽ ആദ്യം തുടങ്ങുന്നത് യൂസേജ് ആയിട്ടാണ്. ഒരുപാട് നാള് നിർബന്ധമില്ല, ഷോർട്ട് പീരീഡിൽ പോലും ഇതൊരു ഇന്റർനാഷണൽ ലോ ആയിട്ട് അംഗീകരിക്കും. ഷോർട്ട് പീരീഡിലും ഇതൊരു ഇന്റർനാഷണൽ ലോ ആയിട്ട് അംഗീകരിക്കും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ആണ്. ക്ലിയർ ആണ്? യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഒരു കാരണം പറയുന്നു, അപ്പോ അതിനൊരു സ്റ്റെബിലിറ്റി വേണം. ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് വേണം? ഒരു സ്റ്റെബിലിറ്റി വേണം. അടുത്തത് ജനറാലിറ്റി ഓഫ് പ്രാക്ടീസ് ആണ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് പ്രാക്ടീസ് ചെയ്യണം. ലിമിറ്റഡ് എന്താണ് സ്റ്റേറ്റ്സേ ഉള്ളൂ. അപ്പോ നമ്മൾ പറയുന്നത് ജനറാലിറ്റി ഓഫ് പ്രാക്ടീസ്. ഇനി നമുക്ക് ഒപ്പനിയോ ജൂറിസ് നെസസറി. എന്താണ് ഒപ്പനിയോ ജൂറിസ് നെസസറി? State should accept rules of procedure as the law applicable to them. നിയമമായി സ്റ്റേറ്റ് അംഗീകരിക്കാതെ എന്ത് സംഭവിക്കുന്നു? ഒപ്പനിയോ ജുറിസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഷുഡ് ആക്സെപ്റ്റ് റൂൾസ് ഓഫ് പ്രൊസീജിയർ ആസ് ദ ലോ ആപ്ലിക്കബിൾ ടു ദം. അതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ അതെന്ത് ചെയ്യണം? റൂളുമായി വരണം. അപ്പൊ യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും പിടികിട്ടി. ജനറാലിറ്റി ഓഫ് പ്രാക്ടീസ് മനസ്സിലായി. ഒപ്പണിയോ ജൂറിസ് നെസസറി മനസ്സിലായി. ഇനി വെസ്റ്റ് റാൻഡ് സെൻട്രൽ ഗോൾഡ് മൈനിങ് ഗോൾഡ് BR 1905 വാലിഡ് ഇന്റർനാഷണൽ കസ്റ്റം. Right of passage over Indian territory case. Passage over Indian territory case. ഇത് നമ്മുടെ 1960 ഇതിനകത്ത് സ്റ്റേറ്റ് ഓഫ് പോർച്ചുഗലും ഇന്ത്യയും തമ്മിൽ ഒരു കേസ് നടന്നു. സ്റ്റേറ്റ് ഓഫ് പോർച്ചുഗലും ഇന്ത്യയും. ഇന്ത്യക്ക് ഓൾറെഡി സ്വാതന്ത്ര്യം കിട്ടിയ സമയമാണ് 1954. അപ്പൊ ഗോവ, ദാമൻ, ദിയു, പോർച്ചുഗൽ ഒക്കെ 1779 ട്രീറ്റി. ക്ലിയർ ആണ്? അപ്പൊ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഈ ഒരു പോർച്ചുഗീസുകാര് 1779 ആ ഒരു ട്രീറ്റിയുടെ പേരിൽ ഇന്ത്യയിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്.
അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നു ഇങ്ങനൊരു ട്രീറ്റി 1779 ഒപ്പുവെച്ചത്, ഞങ്ങളത് കളയുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനൊരു ട്രീറ്റി വേണ്ട, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കളയുകയാണ് എന്ന് പറയുന്നു. അതാണ് ഒപ്പനിയോ ജൂറിസ് നെസസിറ്റി. അപ്പൊ 1954 ഇന്ത്യക്ക് കൂടെയാണ് വിധി വരുന്നത്. ഇന്ത്യ പോർച്ചുഗലിനെ തുരത്താൻ ശ്രമിച്ചപ്പോൾ അവര് കോടതിയിൽ, അന്താരാഷ്ട്ര കോടതിയിൽ പരാതി പറയുന്നു. ക്ലിയർ ആണ്. അപ്പൊ കോടതി പറഞ്ഞു ഇത് പഴയ ഒരു ട്രീറ്റിയാണ്, അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അവർക്കത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇനി നമ്മുടെ രാജ്യത്തെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് മുനിസിപ്പൽ ലോ. രാജ്യത്തിന് വെളിയിൽ അല്ലെങ്കിൽ മറ്റ് ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട തർക്കപരിഹാരമാണ് എന്ത് നമ്മൾ കണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ലോക പ്രശ്നങ്ങൾ പരിഹരിക്കാം. രാജ്യത്തിനകത്ത് തന്നെയാണ് പ്രശ്നങ്ങളെങ്കിൽ അതിനെ മുനിസിപ്പൽ ലോ എന്നും, രാജ്യത്തിന് വെളിയിൽ ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ആണെങ്കിൽ എന്താണ്, ഓക്കെ, മുനിസിപ്പൽ ലോ എന്താണ്, ഇന്റർനാഷണൽ ലോ എന്താണ് എന്ന ധാരണ കിട്ടി. അപ്പൊ നമ്മുടെ രാജ്യങ്ങൾ തമ്മില്, അപ്പൊ രാജ്യത്തിനകത്ത് കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ പുറത്തു വരുന്ന വെള്ളത്തിന്റെ അളവ് അല്ലെങ്കിൽ സ്പേസ്, എയർ, അധികാരം, ചന്ദ്രനിൽ ആദ്യം പോയാൽ ചന്ദ്രനെ കൊടുക്കുന്നു, അങ്ങനൊന്നുമല്ല ട്രീറ്റി അല്ലെ, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ്. ഇത്രയും പറഞ്ഞെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്ലിയർ ആണ്? ക്വസ്റ്റ്യൻസ് നോക്കട്ടെ. അപ്പൊ ഇതൊക്കെയാണ് യൂസേജ് എന്ന് പറയുന്നത്. യൂസേജ് പണ്ട് മുതലേ ഇങ്ങനെ ഉപയോഗിച്ച് തഴമ്പിച്ച സാധനങ്ങളാണ് യൂസേജ് ആയിട്ട് പരാമർശിക്കുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് കാണാൻ പോവുകയാണ്. ആദ്യ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോവിങ് is not primary source of public international under 38(1) ICJ stats judicial decisions? Concept of opinio juris refers to belief that a practice is legally obligation. Which of the following bodies can settle dispute between states under which international law? Answer: International Court of Justice. International Court of Justice. ഇനി നമുക്ക് അടുത്ത ചോദ്യമാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് എ സബ്ജക്ട് ഓഫ് പബ്ലിക് ഇന്റർനാഷണൽ ലോ? നമ്മുടെ ആൻസർ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ്. ഇൻഡിവിജ്വൽ വേണം, സ്റ്റേറ്റ്സ് വേണം, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വേണം. പ്രിൻസിപ്പിൾ ഓഫ് സോവറിൻ ഈക്വലി ഈസ് ഇൻ വിച്ച് ഡോക്യുമെന്റ്? എൻഷർഡ് ഇൻ വിച്ച് ഡോക്യുമെന്റ്? ആൻസർ: യുണൈറ്റഡ് നേഷൻസ് ചാർട്ടറിലാണ് പരാമർശിക്കുന്നത്. അടുത്ത ചോദ്യം: മോഡേൺ സിസ്റ്റം ഓഫ് പബ്ലിക് ഇന്റർനാഷണൽ ലോ ഈസ് ജനറലി കൺസിഡർഡ് ടു ഹാവ് ഒറിജിനേറ്റഡ് വിത്ത് ട്രീറ്റി വെസ്റ്റ്ഫേലിയ 1648. Who is often called the father of international law? ഫാദർ ഓഫ് ഇന്റർനാഷണൽ ലോയായി കൺസിഡർ ചെയ്യുന്നത് ഹ്യൂഗോ ഗ്രോഷ്യസിനെയാണ്. ഹ്യൂഗോ ഗ്രോഷ്യസ്. അപ്പൊ എന്താണ് ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ 1648? ഇത് ഡീജുർ ബെല്ലി AC പാസസ് 1625 is often called the father of international law. ആരെയാണ് ഫാദർ ഓഫ് ഇന്റർനാഷണൽ ലോ എന്ന് പരാമർശിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഓക്കെയാണ്. ഇനി വെസ്റ്റ്ഫാലിയ എന്ന് വെച്ചാൽ widely regards the starting point of the modern state system and the development of the public international law. മോഡേൺ സ്റ്റേറ്റ് സിസ്റ്റവും പബ്ലിക് ഇന്റർനാഷണൽ ലോയുടെ ഡെവലപ്മെന്റും ഒക്കെയാണ് 1648.
അപ്പോൾ ഫാദർ ഓഫ് ഇന്റർനാഷണൽ ലോ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഹ്യൂഗോ ഗ്രോട്ടേസ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്, ഡി ജോർ ബെല്ലി എസി പാസിസ്, 25-ലുള്ളതാണ്. ഇതിനെയാണ് ഫാദർ ഓഫ് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. ഏർലി ഡെവലപ്മെന്റ് ഓഫ് പബ്ലിക് ഇന്റർനാഷണൽ ലോ. പബ്ലിക് ഇന്റർനാഷണൽ ലോയെ PIL എന്നോ PL എന്നോ ഒക്കെ പരാമർശിക്കാറുണ്ട്. പ്രൈമർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാഷ്. റോമൻ ലോ, യൂറോപ്യൻ ഡിപ്ലോമാറ്റിക് പ്രാക്ടീസ്. Which of the following is a classical natural law theorist whose writing significantly influenced the early development of international law? നമ്മുടെ ആൻസർ ഹ്യൂഗോ ഗ്രോഷ്യസ് ആണ്. ഹ്യൂഗോ ഗ്രോഷ്യസ്. ഇനി ഈ ടേം ഇന്റർനാഷണൽ ലോ വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ. ഈ ടേം ആദ്യമായി പരാമർശിച്ചത് ജെർമി ബന്താമാണ്. ജെർമി ബന്താമാണ് ഇന്റർനാഷണൽ ലോ എന്ന ടേം ആദ്യമായി പരാമർശിച്ചത്. Which of the following is not a primary source of public international law according to Article 38(1) of the ICI statute? Judicial decisions ആണ് ആൻസർ. Customary international law consists of which two elements? State practice, opinio juris. Subsidiary source of international law ഏതാണ്? Writings of publicists ആണ്. പ്രശസ്തരായിട്ടുള്ളവരുടെ എഴുത്തുകൾ, നിയമവുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ. Rule of international law derived from consistent and general practice of states followed out of a sense of legal obligation is known as customary international law. Which of the following can be considered a general principle of law recognized by civilized? നമ്മുടെ ആൻസർ പാക്ട സണ്ട് സെർവാന്ത. UN Assembly was resolutions. എന്താണ് റെസൊല്യൂഷൻ? നോൺ ബൈൻഡിങ്, നോട്ട് ബൈ may influence development of international. Non-binding but may influence the development of international law. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മളൊന്ന് ചുരുക്കി പറയുകയാണ്. ആദ്യം നമ്മൾ നേച്ചർ, ഒറിജിൻ, സോഴ്സ് ഓഫ് പബ്ലിക് ഇന്റർനാഷണൽ ലോയാണ് പഠിച്ചതെന്ന് മനസ്സിലായി. എന്താണ് ഇന്റർനാഷണൽ എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എല്ലാത്തിലും ഡിഫറൻസ് ആണ്. അവർ ഒന്നിച്ചൊരു വേദിയിൽ വരുമ്പോൾ അവർ പാലിക്കേണ്ട കുറച്ച് റൂളുകൾ, നിയമങ്ങളാണ്. അപ്പോൾ നമുക്ക് മനുഷ്യാവകാശവും ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഇതൊക്കെ നമുക്ക് റെഡിയാക്കാം. പബ്ലിക് ഇന്റർനാഷണൽ ലോ എന്ന് വെച്ചാൽ ലോ ഓഫ് നേഷൻ എന്നൊരു ഡെഫിനേഷൻ ഉണ്ട്. ഇത് എൽ ഓപ്പൺ ഹെയ്മന്റെ ഡെഫിനേഷൻസ് ആണ്. സ്റ്റാറ്റിക് നേച്ചർ ഇതൊക്കെ നമ്മൾ കണ്ടു. സോഴ്സുകളാണ് ഫെൻവിക്സിന്റെ ഡെഫിനേഷൻ, അതുപോലെ തന്നെ സ്റ്റാർക്കിന്റെ ഡെഫിനേഷൻസ് ക്ലിയർ ആണ്. അഡ്വാൻറ്റേജ്, പബ്ലിക് ഇന്റർനാഷണൽ ലോ, സോഴ്സുകൾ രണ്ടെണ്ണം, പ്രൈമറി, സെക്കൻഡറി. ഏതൊക്കെയാണ് പ്രൈമറി, ഏതൊക്കെയാണ് സെക്കൻഡറി, ഇത് നമ്മൾ പഠിക്കണം. കസ്റ്റംസ് എന്താണ്, യൂസേജ് എന്താണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇതിനകത്ത് ഡെഫിനേഷൻ, ഒറിജിൻ ഇതൊക്കെയാണ് കണ്ടത്. ആരാണ് വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആരാണ് ഫാദർ എന്നൊക്കെ ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യന് എല്ലാം പറയാം. അപ്പോൾ താങ്ക് യു, ബൈ.